മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീചസുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെയൊരു ശരമന്നേരം. മാരീചനും ഭീതി പൂണ്ടോടിയിടിന. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ. ഹിന്നനായേറിയൊരു യോജന പറഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു രാമബാണം. അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവനെന്നെ രക്ഷിക്കണമെന്നഭയം ബുക്കിടിനാൻ. ഭക്തവത്സലനഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി. മാരീചനും പറ്റലർ കാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതന്നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ച. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചത് വാത്സല്യത്താൽ. 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിതു. 4-ാം ദിവസം പിന്നെ മുനി അരുതുവതാ കാലം കളകുന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോക നാം വത്സന്മാരെ. ചൊല്ലഴും ത്രയംബകമാകിന മഹേശ്വര വില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വഹി വച്ചിരിക്കുന്നു. പുരാഭൂമി പാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം. ശോണീ പാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയതനൂരത്നം. താപസേന്ദ്രന്മാരോടീ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും